അമ്പലം മൊത്തത്തിൽ കൊള്ളയടിച്ചു. ഇനിയിപ്പോൾ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം കൂടി ഒന്ന് കണക്ക് നോക്കിയാൽ മതി. കാരണം കഴിഞ്ഞ 2-3 വർഷം കൂടുതൽ ഇപ്പോൾ പല ആളുകളും ഇൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് 1-ൽ കൂടുതൽ അവർക്ക് ഫ്രണ്ട്സുകളുണ്ട് എന്നാണ് പറയുന്നത്, 2-ൽ കൂടുതലുണ്ട്, 3-ൽ കൂടുതലുണ്ട്. അങ്ങനെ തന്നെയാണ് കൂടുതൽ ഈ വിവാഹ ബന്ധങ്ങൾ വേർപിരിഞ്ഞ് പോണത്. അതിപ്പോൾ നമ്മളിപ്പോൾ 6 വർഷം 6 വർഷം എടുക്കണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അച്ഛനെ അമ്മാവനാക്കും, അമ്മേനെ കാമുകിയാക്കും. പിന്നെ അതായത് ഈ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഷയിൽ, ഈ നാട്ടിലത്തെ ഭാഷയിൽ ഇങ്ങനെയല്ല പറയുക. അത് എന്താ ആളുകൾ പൊട്ടന്മാരാണ് ആൺ സുഹൃത്ത് എന്നൊക്കെ പറയാൻ. അതൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഓരോ പൊന്നാര. സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴേ അപ്പോൾ നമുക്കെന്നേ ഈ വാഹനങ്ങളുടെ സൗണ്ടൊന്നും കേൾക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മുടെ കുടു ബിൽഡിങ്ങാണ് മണ്ണാർക്കാട്ടത്തെ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ ബാങ്കും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഉള്ളത്. ബാങ്കിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഒരു അവസ്ഥ പറയുമ്പോൾ വർഷങ്ങളോളം ഇത് വെറുതെ കിടക്കുകയാണ്. ഒരു കാര്യമില്ലാതെ, ആർക്കും ഉപകാരമില്ലാത്ത ഈ സർക്കാരിനെ പോലുള്ളൊരു രീതിയിലാണ് ഈ ഭൂമി കിടക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ പറയുകയാണെങ്കിൽ നിരവധി കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുടു ബിൽഡിങ്ങിൻ്റെ നടുവിലാണ്. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. എപ്പോഴും കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വെയിൽ ചൂടിൻ്റെ ഒരു അവസ്ഥ അറിയേയില്ല. അപ്പോൾ കാണാനൊക്കെ നല്ല അടിപൊളി വലിയ ബിൽഡിംഗ് കേട്ടോ. ഇതിപ്പോൾ ഒരു പിന്നെ ഉപകാരമില്ലാത്ത രീതിയിൽ, അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈഗോ പ്രശ്നം കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ നടക്കണ പോലെ നമ്മുടെ ലോകത്തിൽ പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയും ഈഗോ പ്രശ്നങ്ങൾ ഓരോ മനുഷ്യന്മാർക്ക്. കാരണം അത്രയും പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പോലുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഈ വാർത്താക്കാർക്ക് ഈ രാഹുലിനെ കുറിച്ച് അറിയേണ്ട ഭയങ്കര വെമ്പലാണ്. പക്ഷേ ജനങ്ങൾക്ക് അതൊന്നും അറിയണ്ട. രാഹുൽ എവിടെയാണ്, കോൺഗ്രസിൻ്റെ അന്തിമ തീരുമാനം എന്താണ്, പിന്നെ BJPയുടെ പുതിയ പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും ജനങ്ങൾക്ക് അറിയണ്ട. കാരണം ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എല്ലാ 5 വർഷവും, ഇപ്പോൾ 10 വർഷമാണ്. ഇപ്പോൾ 10 വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു തെരഞ്ഞെടുപ്പ്, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം ഇവർ ഓരോ രീതിയിൽ ജനങ്ങളെ ദ്രോഹിച്ചത് എന്താണെന്നൊക്കെ നമുക്ക് അറിയണ കാര്യം തന്നെയാണ്. പക്ഷെ അതൊന്നും ആരും മറക്കരുത്. അത് മറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയൊരു, ഇപ്പോൾ കേരളം ഏത് കുഴിയിലാണോ കിടക്കുന്നത് ഇതിനേക്കാളും വലിയ കുഴിയിൽ, സാധാരണ നമുക്ക് വേണ്ടത് 6 അടി കുഴിയാണ്. 6 അടി നമ്മുടെ നീളത്തിന്. ഇതിനെ നമ്മൾ മരിക്കാത്തതുകൊണ്ട് അതിൻ്റെ എത്രയെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ 6 അടിയാണ്. പക്ഷേ ഇനി നമ്മളൊന്നും കൂടി ബുദ്ധിയില്ലാതെ, അന്തമില്ലാതെ നമ്മൾ പിന്നെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എപ്പോൾ കുത്ത് കിട്ടി ചോദിച്ചാൽ മതി. കാരണം ഓരോ ഭാഗത്തും, ഇന്ത്യയുടെ ഓരോ ഭാഗത്തും ഇങ്ങനെ കുത്തുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിന്ന് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയം വേണം, എല്ലാതും നമുക്ക് വേണം. പക്ഷേ ഇതൊക്കെ ഓവറായി കൊണ്ടുള്ളൊരു രാഷ്ട്രീയമാണ്. കാരണം ഇവർ എന്താണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇവർ ജനങ്ങളെ ആകർഷിക്കാൻ. അതായത് ഇപ്പോൾ കോഴി, നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴി ഉമ്മറത്തുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്ക് വറ്റിട്ട് കൊടുക്കുക എന്ന് പറയും. അതായത് നമ്മുടെ കയ്യിലുള്ള വിരലൊന്ന് കുടഞ്ഞാൽ അത് കൊത്തി തിന്നാനുള്ള വകുപ്പായി. അപ്പോൾ അതേപോലെ നമുക്കിങ്ങനെ അവരുടെ ഔദാര്യമാണ് നമ്മൾ കൊത്തി തിന്നിട്ട് നമ്മൾ അത് പിന്നെ അതിനോടുള്ള ശരിക്കും നന്ദി കേടാണ് കാട്ടേണ്ടത്. കാരണം അത്രയും ആളുകളെ പിന്നെ എന്താ പറയുക, ഈ സർക്കാർ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്പലം
മൊത്തത്തിൽ കൊള്ളയടിച്ചു. ഇനിയിപ്പോൾ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം കൂടി ഒന്ന് കണക്ക് നോക്കിയാൽ മതി. കാരണം കഴിഞ്ഞ 2-3 വർഷം മുന്നെയാണ് തോന്നുന്നുണ്ട് ഇവർ എത്ര ഭഗവാന് എത്ര കോടികൾ ആസ്തിയുണ്ട്, ഇല്ല എത്ര അതിൻ്റെ കണക്ക് വരവ് ചിലവുകളൊക്കെ ഒക്കെപ്പാടെ അളന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബില്യണിയേഴ്സിൻ്റെ അത്രയും കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മുതലുകളൊക്കെ ഉണ്ടാവും. കാരണം നൂറ്റാണ്ടുകൾ വർഷമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. നൂറ്റാണ്ടുകൾ നമ്മളെ 3-4 തലമുറ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ, അതിന് മുന്നേ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ ആ കണക്കും ഇല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂലധനം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇനി അതും കൂടി ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് പലതും മോഷ്ടിക്കപ്പോയിട്ടുണ്ടാവും. കാരണം ഈ ശബരിമലയിൽ അത്രയും സെക്യൂരിറ്റി ഏരിയ 24 മണിക്കൂറും കുറേ വർഷം മുന്നേയൊക്കെ വൃശ്ചിക 1-ാം തീയതി മാത്രമായിരുന്നു ശബരിമല നട തുറന്നിരുന്നത്. അതുവരെ അയ്യപ്പൻ്റെ ബിംബം എന്ന് പറയുന്ന വിഗ്രഹം ഭസ്മത്തിൽ മൂടിയിട്ടായിരുന്നു ഇരുന്നത്. അത് ആരും കാണാൻ തന്നെ ശരിക്കും കഴിഞ്ഞിട്ടില്ല. അത് അപൂർവമായിട്ടാണ് ശരിക്കും ഫോട്ടോകളും വീഡിയോസുകളൊക്കെ വന്നത്. പക്ഷേ ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പിന്നെ ശബരിമലയത്തെ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ന്യൂസുകാർ നല്ല രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിൽ വാർത്തകൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയം കണ്ണി കണ്ട ഓട്ടും ചെമ്പും നിലവിളക്കും കുത്തുവിളക്കും അവിടുത്തെ സ്വർണ്ണ കൊടിമരത്തിലെ എല്ലാതും അവിടുന്ന് മോഷ്ടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഈ കോലാഹലങ്ങൾ ഓരോ തരത്തിൽ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കട്ടത് ആരും അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് ജനങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാവരും ഒരേ പാർട്ടിക്കാരായ എന്താവും സംഭവിക്കുക? അത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് തന്നെയും പോവുക. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ആരെയും വിശ്വാസമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നല്ല വാർത്തകളും വിടും, ഇവർ കൂടുതൽ മോശമായിട്ടുള്ള വാർത്തകളാണ് വിടുന്നത്. കാരണം ഇവർ PR വർക്ക് എടുക്കണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അച്ഛനെ അമ്മാവനാക്കും, അമ്മേനെ കാമുകിയാക്കും. പിന്നെ അതായത് ഈ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഷയിൽ, ഈ നാട്ടിലത്തെ ഭാഷയിൽ ഇങ്ങനെയല്ല പറയുക. അത് എന്താ ആളുകൾ പൊട്ടന്മാരാണ് ആൺ സുഹൃത്ത് എന്നൊക്കെ പറയാൻ. അതൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഓരോ പൊന്നാരങ്ങളാണ്. ഇതൊക്കെ നെഗറ്റീവായി കൊടുക്കേണ്ടത്. നമ്മൾ ഈ സമൂഹത്തെ നല്ല രീതിയിൽ വേണം പിന്നെ ആളുകളുടെ അടുത്ത് വാർത്ത വിടുമ്പോൾ പറയാൻ. മോശം വാർത്തകളിലൂടെ നിങ്ങൾ കാശുണ്ടാക്കിയിട്ട് എന്താണ് പ്രയോജനം എന്നറിയില്ല. അപ്പോൾ എല്ലാവരും മോശം വാർത്തകളാണ് വിടുന്നത്, ഒരാളും നല്ല വാർത്തകളല്ല. ഒരു വാർത്തയിൽ ഒരു മോശം വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്താ അത് ഇടാത്ത ചോദിച്ചിട്ട് അവർ അപ്പുറത്തുനിന്ന് വിളിക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ അതെന്തോ അതൊക്കെ അവർ തമ്മിൽ തന്നെ ഈ രാഷ്ട്രീയ പോര് പോലെ പിന്നെ ഈ ചാനലിലും ഉണ്ട് അവർ തമ്മിൽ അമ്മായിമ്മ പോര്. അപ്പോൾ ഇപ്പോൾ കേരളത്തിനിപ്പോൾ 7 ജില്ലകളാണ്. ഉപജില്ലകൾ കുറേ ഉണ്ട്. അത് വാഹനങ്ങളുടെ പെരുപ്പം കാരണം അങ്ങനെ കൂട്ടിയതാണ്. ഈ 7 ജില്ല ഇപ്പോൾ ശബരിമലയത്തെ എല്ലാം പോയി. ഇനി നാട്ടിൽ പോകാനൊന്നുമില്ല. ക്രമസമാധാനം, അച്ചടക്കം, വിശ്വാസം എല്ലാം പോയി. ഇനിയിപ്പോൾ നിങ്ങൾ ഈ സർക്കാർ ഇനിയിപ്പോൾ എന്തായാലും BJP വരുമെന്ന് പറയുന്നുണ്ട്, ചിലർ LDF വരുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങൾ എന്തായാലും പ്രാവശ്യം ഭരിക്കുന്നുണ്ട്. എന്തോ തമ്പുരാനറിയാം. തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഇപ്പോൾ 7 ജില്ല 14 ജില്ല 7 ജില്ലയാക്കിയിട്ട് നിങ്ങൾ ഒരു 7 ജില്ല തമിഴ്നാടിനും വിൽക്കുക, അതേപോലെ തന്നെ ബാക്കി 7 ജില്ല കർണാടകത്തിനും വിൽക്കുക. എന്നിട്ട് അവർ വന്ന് ഭരിക്കട്ടെ. അപ്പോൾ എങ്ങനെയായിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണാനാണ്. കാരണം ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇനി കൂടാത്ത ഒരു ഐറ്റംസും ഇല്ല. എല്ലാത്തിനും വില കൂട്ടി ഇവർ. പിന്നെ ഇനിയിപ്പോൾ കിണർ കുഴിക്കുമ്പോൾ അതിന് സർക്കാരിൻ്റെ അനുമതി വേണമെന്ന്. കാരണം സർക്കാർ ഇനി വെള്ളം കുടിക്കേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ പോക്ക് എവിടേക്കാണെന്ന് ഒരു അന്തവും കിട്ടുന്നില്ല. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അനുഭവിക്കുന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പോയാൽ ഈ ജനങ്ങൾ ശരിക്കും തെരുവിലിറങ്ങേണ്ടി വരും. തെരുവിലിറങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ അവർ പട്ടിണി പരിഭവം കൊണ്ടല്ല തെരുവിലിറങ്ങണത്. അവർ ഈ ജനങ്ങളെ ഈ അധികാരികളെ അടിച്ചമർത്താൻ ചിലപ്പോൾ മനുഷ്യൻ മൃഗമായി എന്ന് പറയില്ലേ, ചിലപ്പോൾ സാധാരണ മനുഷ്യന്മാർ മൃഗാവ് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ച് മാന്തി കീറിക്കൊല്ലും.
അപ്പോൾ നിങ്ങൾ പരമാവധി ഈ കേരളം പരമാവധി നിങ്ങൾ എല്ലാം കൊണ്ടും വിറ്റു. അപ്പോൾ ഒന്നും കൂടി ഈ ജില്ലകൾ പരസ്പരം തമ്മിൽ രണ്ട് സംസ്ഥാനത്തിനും കർണാടകയ്ക്കും തമിഴ്നാടിനും കൊടുത്തിട്ട് ഈ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എനിക്കതിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എവിടെയാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം എവിടെയെന്നുള്ളത് ജനങ്ങൾക്ക് അറിയണ്ട, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതായത് LDFിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളാണ് അവരെ ഒളിപ്പിച്ചത്. നിങ്ങൾ പിന്നെ ജയിക്കരുത് എന്ന് കരുതിയിട്ട് നിങ്ങൾ അവരെ എവിടെയോ കോൺഗ്രസിൻ്റെ ആളുകളോട് വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് അവരെ ഒളിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒളിപ്പിച്ച ആൾക്കാർ തന്നെ അവരെ പുറത്തു കൊണ്ടുവരണം എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി. ശബരിമലയുടെ കാര്യം ചോദിച്ചപ്പോൾ മൂപ്പര് അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ സത്യമായിട്ട് അന്വേഷണം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ ഇലക്ഷൻ കഴിയണവരെ ജനങ്ങളെ വിഡ്ഢികൾ എന്ന് പറഞ്ഞാലും പോരാ, അതിനും ജനങ്ങൾ തന്നെയാണ് ഉത്തരവാദിത്തം. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഏതെങ്കിലും ഒരു പൊതുജനം റോഡിലിറങ്ങിയിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയല്ല, രാഷ്ട്രീയക്കാർ, കോൺഗ്രസ്സുകാരാണ് കൂടുതലും അതിനെതിരെ പിന്നെ എന്താ പറയുക സമരം നടത്തിയിട്ടുള്ളത്. അവർ ചെയ്ത കാര്യങ്ങൾ എല്ലാതും എന്നിട്ടും ഒരു നീതി പോലും കിട്ടിയിട്ടില്ല. അവിടെയും നമുക്ക് എന്താ പറയുക ഇരുട്ട് മാത്രമാണ് വന്നത്. ഇങ്ങനെ ഇവർ ഇനി അടുത്ത ഈ ഭരണത്തിൽ വരും എന്ന് പറഞ്ഞിട്ട് ഇവർ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ BJP വന്നാൽ എന്താണ് ചെയ്യുന്നത്? UDF വന്നാൽ എന്താണ് ചെയ്യുക? ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ഇവർക്ക് ഇനി ആ പഴയ കടങ്ങൾ മുഴുവനായിട്ടും തീർത്തു കൊടുക്കുക. അതും ഇനി ജനങ്ങൾ തന്നെ വേണം. എല്ലാത്തിനും ജനങ്ങൾ തന്നെ വേണം. എന്നിട്ടാണ് ഈ ജനങ്ങളെ സ്വയം ഇരുന്നിട്ട് ഇവർ പറ്റിക്കപ്പെടുത്തുന്നത്. അവിടെ അത് തരാ, ഇവിടെ ഇത് തരാ, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ വികസനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങും ഇവർ വോട്ടിന് വേണ്ടിയിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങാം. അതുവരെ ചിരിക്കാത്ത മുഖങ്ങളായിരിക്കും. നിങ്ങൾ സ്ഥാനാർത്ഥികളായിരിക്കുമ്പോഴാണ് കൂടുതൽ ജനങ്ങളോട് ചിരിക്കുക. കാരണം ഇനിയിപ്പോൾ എന്ത് ദേഷ്യമായാലും എന്ത് പകയാലും എന്ത് പണ്ടാരായാലും ഇവരോട് ചിരിക്കാതെ ഇപ്പോൾ കാര്യം പറയാതെ കിട്ടില്ല. എന്നിട്ട് ഇവർ പറയണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാം, ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക എക്സ്പ്രഷനാവും. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ പറയും എന്നാൽ ശരി ഞങ്ങൾ നിങ്ങൾക്ക് തരാം, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ സംശയം ഉണ്ടാവും. കാരണം എത്ര കാലം മുണ്ടാത്ത സംസാരിക്കാത്ത പെട്ടെന്നൊരു ദിവസം മുണ്ടുമ്പോൾ സംസാരിക്കുമ്പോൾ അവർക്കും ഇവർക്കും രണ്ടുപേർക്കും ഒരു എന്താ പറയുക ഒരു ഇത് ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു സ്കില്ല് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ മുന്നിൽ പോണ ഒരു നീല കാറ്, ആ നീല കാറിൻ്റെ സൈഡ് ഗ്ലാസ്, ലെഫ്റ്റ് സൈഡത്തെ ഗ്ലാസ്സിൽ നോക്കിയാൽ എനിക്ക് ആ ഡ്രൈവറുടെ മുഖം കാണാം. പക്ഷേ ഇവിടെ മുന്നിൽ പോണൊരു കാറില്ലേ, ആ കാറിൻ്റെ ഇടതുവശത്തുള്ള ഗ്ലാസ് അത് നോക്കിയാൽ അവരുടെ എന്താ പറയുക ആ കാറിൻ്റെ AC വർക്ക് ചെയ്യാത്ത AC തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ അവരുടെ മുഖം കാണുന്നില്ല. അപ്പോൾ ഒന്ന് ഞാൻ വേറെ ഡിഫറൻ്റായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അത് ഒന്ന് ആ നീലക്കാർ ഓടിക്കുന്ന ഒരു പുരുഷനാണ്, ഒരു ചെറിയ പയ്യനല്ല, അത്യാവശ്യം പ്രായപൂർത്തിയായിരുന്നു. അപ്പോൾ ആ കറുത്തെ ഡ്രൈവർ പറഞ്ഞൊരു സ്ത്രീയാണ്. അപ്പോൾ രണ്ടും വ്യത്യാസം എന്നല്ല കേട്ടോ. അതായത് അതിൻ്റെ ഒരു ഡിഫറൻറ്റ്. കാരണം ഈ സ്ത്രീകൾക്ക് പൊതുവെ നഗരത്തിലൂടെ പോകുമ്പോൾ ശരിക്കും പേടിയാണ്. കാരണം ഇതെന്തെങ്കിലും ആവുമോ, വണ്ടി വന്ന് തട്ടുമോ മുട്ടുമോ, ഭയങ്കര എന്താ പറയുക ഇറിറ്റേഷനായിട്ടാണ് അവർ പോവുക, ഭയങ്കര ഫിയറായിട്ടാണ് ഉണ്ടാവുക. എന്നാൽ പുരുഷന്മാരങ്ങനെയല്ല, അവർ ചില ചെറ്റകളുണ്ട് കേട്ടോ, അങ്ങനെ പെട്ടെന്ന് ഒക്കെ നമ്മൾ കയറി പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നല്ല ആൾക്കാരുണ്ട്, ഷെയർ റോഡിൻ്റെ മര്യാദയ്ക്ക് ആ ലൈൻ ട്രാഫിക്ക് തെറ്റിക്കാതെ അവർ പിന്നെ കടന്നു പോകും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവർ പോകും. പക്ഷേ ചില ആൾക്കാർക്ക് ഇതേപോലെ ധൃതി. പക്ഷേ ഇത് ഒരു അവസരമാണ്.
നമ്മളവിടുന്ന് കൈ കൊണ്ട് കാണിച്ചു കൊടുത്തു. ബാക്കത്തെ ഞാൻ പറഞ്ഞ ആളില്ല, ചേച്ചി, അതൊക്കെ പ്രശ്നമുള്ള കാര്യമാണ്. അതെന്താ വെച്ചോ, നമ്മളിപ്പോൾ വിവരം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതേമാതിരി വിവരമില്ലാത്തവർ വരും, അപ്പുറത്തെ കട വണ്ടി സ്പീഡിൽ വരുമ്പോൾ മുട്ടും തട്ടും. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ പിന്നെ നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞുപോയി. അപ്പോൾ ഈ പുരുഷന്മാർ പറഞ്ഞാൽ ഏകദേശം എല്ലാതും മനസ്സിലാക്കിയിട്ട് ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ശരിക്കും പുരുഷന്മാരുണ്ടാവുകൊണ്ടാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. അത് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മനസ്സിലാവില്ല. അത് അവർക്ക് പൊതുവെ ഈ സ്ത്രീകൾക്ക് ഭയങ്കര എന്താ പറയുക, സന്തോഷം മാത്രമേ പറ്റുള്ളൂ അവർക്ക്. അത് ദൈവം അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് തന്നെ അറിയുള്ളൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ സർവേ വന്നിട്ടുള്ളത് കൂടുതലും നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ എയ്ഡ്സ് കൂടുതലും ആണ് ചെറുപ്പക്കാർ, അതായത് 15-17 വയസ്സ് തൊട്ടത്രേ ഈ എയ്ഡ്സ് പകരുന്നത്. അതായത് 25 വയസ്സ് വരെയുള്ള ആൾക്കാരായിട്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ, 2 പേരിലും ഉണ്ടെന്നാണ്. അപ്പോൾ എന്താണ് വെച്ച് കഴിഞ്ഞാൽ അത് അറിയില്ല, അത് അപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ, സർവേ വന്ന കാര്യം കേട്ടോ പറഞ്ഞത്, ഞാൻ പറയണതല്ല. അപ്പോൾ ഒരു സ്ത്രീക്ക് 5 പുരുഷന്മാരുണ്ട് എന്നാണ് പറയണത്. എൻ്റെ ദൈവമേ, ഞാൻ എന്താ ഇത് കേൾക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് 5 പുരുഷന്മാരെ ഒന്നിച്ച് ഇരുന്ന് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം എന്താണിത് എന്നുള്ളതേ. കാരണം നമുക്കിവിടെ ഒരാളെ തന്നെ കിട്ടാനില്ല, എന്നിട്ടാണ് ഇവർ ഈ 5 ആൾക്കാരെയൊക്കെ ഒരുമിച്ച് സന്തോഷപ്പെടുത്തുന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണേ. അപ്പോൾ ഇതന്നെയാണ് ഇവർ വർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവും എന്തോ. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയില്ല. ഇനി ഇവിടെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത പോലെ എന്താണ് സ്ത്രീ സുരക്ഷാ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അറിയില്ല. അപ്പോൾ ഒരു വെടിക്കേസിനും പോവാത്ത ഒരാളെയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. അത് കേരള പോലീസ് ശരിക്കും പറയുകയാണെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ചെയ്തതാണ്, അല്ലാതെ കേരള പോലീസിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ അതിൽ കുറേ പുഴുക്കളുണ്ട്, കേരള പോലീസിൽ കുറേ പുഴുക്കളുണ്ട്. എന്നിരുന്നാലും പറയേണ്ടത് നമ്മൾ പറയേണ്ട സ്ഥലത്ത് തന്നെ നമ്മൾ പറയണം, അല്ലെങ്കിൽ പിന്നെ പറയേണ്ടതായിരുന്നു എന്ന് നമുക്ക് തോന്നും. അത് രണ്ടും ഒരേപോലെ തന്നെ. അപ്പോൾ പരമാവധി ഇനിയിപ്പോൾ എന്ത് രീതിയിലാണ് ഈ ചെറുപ്പക്കാരൊക്കെ പുതിയൊരു വിവാഹത്തിനുള്ള തയ്യാറെടുപ്പ് എടുക്കുക എന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. ഞാനെന്നല്ല, ഒരു കൂട്ടം ചെറുപ്പക്കാർ വിവാഹം കഴിക്കാത്തതിൻ്റെ പ്രശ്നം അത് തന്നെയാണ്. കാരണം ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ പല ആളുകളും ഇന്നടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഒന്നിൽ കൂടുതൽ അവർക്ക് ഫ്രണ്ട്സുകളുണ്ട് എന്നാണ് പറയുന്നത്. 2-ൽ കൂടുതലുണ്ട്, 3-ൽ കൂടുതലുണ്ട്. അങ്ങനെ തന്നെയാണ് കൂടുതൽ ഈ വിവാഹ ബന്ധങ്ങൾ വേർപിരിഞ്ഞ് പോണത്. അതിപ്പോൾ നമ്മളിപ്പോൾ 6 വർഷം പ്രണയിച്ചു, അല്ലെങ്കിൽ 2 വർഷം പ്രണയിച്ചു. പക്ഷേ ഈ പ്രണയിക്കുമ്പോഴും ആ സ്ത്രീ എന്ന് പറയുന്ന ആൾ വേറെ ഒരാളായിട്ട് ചെറിയ പ്രേമത്തിലായിരിക്കും. അത് നമ്മളടുത്ത് എങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഓരോ അവസ്ഥ സിദ്ധാന്തങ്ങൾ. അപ്പോൾ റോഡിൽ നിങ്ങൾ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കാൻ പോകരുത്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രേമം മുന്നോട്ട് പോവില്ല, അത് പിന്നെ കോടതിക്ക് എത്തും. അത് ഡിവോഴ്സ് പോലെ ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും പരമാവധി നോക്കി കണ്ടുകൊണ്ട് വാഹനം ഓടിക്കാം. അപ്പോൾ എന്തായാലും കേരളം ഇനി വിൽപ്പനയ്ക്ക് എന്നാൽ ബോർഡ് വെക്കണം, എന്നാൽ മാത്രമാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ തിരക്കുകളെ കാണിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ഈ ചാനൽ കണ്ടവർക്കൊക്കെ ഏകദേശം എന്താ പറയുക, ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. കാരണം ഓരോ സ്കില്ലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റേതായൊരു രീതി ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ നാളെ മറ്റന്നായിട്ടോ മാധ്യമങ്ങളെ കാണാൻ ചാൻസ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അപ്പോൾ മൂപ്പര് എന്താണ് പറയുക, അല്ലെങ്കിൽ എന്താണ് മൂപ്പരൊരു സ്കില്ല് എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അതിനല്ലേ ജനങ്ങൾ ശരിക്കും കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പല ന്യൂസും വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പോലീസുകാർ കർണാടകയിലുണ്ട്, പലയിടത്തും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാർത്താക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ പല രീതിയിലുമാണ് ഇവർ എന്താ പറയുക
വാർത്ത കൊടുക്കുന്നത്. ഇതിപ്പോൾ രാഹുൽ എവിടെയാണ് എന്നുള്ളത് രാഹുലിനും പിന്നെ രാഹുലിൻ്റെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അറിയാൻ കഴിയുള്ളൂ. എന്തോ ഇവിടെ ഈ വാർത്താക്കാർ ഇടയ്ക്കൊക്കെ ഒന്ന് റോട്ടിക്ക് ഇറങ്ങിയിട്ടേ ഈ ആളുകളുടെ വാഹനങ്ങളുടെ ആ ഡ്രൈവിങ്ങിൻ്റെ രീതി ഒന്ന് മാറ്റാൻ പറയണം ദയവ് ചെയ്തിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് റോഡിൽ പോകാമെന്ന് തന്നെ ഒരു അന്തം കിട്ടുന്നില്ല. എപ്പോഴാണ് അപകടം ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വരിക, കാരണം ഒക്കെ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോണതാണ്. ഒക്കെ അധികം പേരും അങ്ങനെയാണ് കൂടുതൽ